ഗുഡ് ആഫ്റ്റർനൂൺ. ക്ലാസ് 5 സ്റ്റേറ്റ് സിലബസ് ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായ എ കിസ്സിങ് ഹാൻഡിൻ്റെ പാർട്ട് 2 ഭാഗമാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതുവരെയാണ് പറഞ്ഞു നിർത്തിയത്? ചെസ്റ്റർ എന്ന പേരുള്ള ഒരു കീരി റക്കൂൺ സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാതിരുന്നപ്പോൾ അമ്മ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൈക്കുള്ളിൽ ഉമ്മയൊക്കെ കൊടുത്തിട്ട് റക്കൂണിനെ സ്കൂളിൽ പോകാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗം വരെ നമ്മൾ കേട്ടു. അപ്പോൾ ഇനി ബാക്കി പഠിക്കാം. നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്, ഷീ ടീസ്ഡ് ഹിം. അപ്പോൾ അമ്മ എന്താ പറഞ്ഞേ? ആ ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറയായിരുന്നു, എന്താണ്, ഈ ഉമ്മ കൊണ്ട് കളയരുത്, സൂക്ഷിച്ച് വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അമ്മ എന്ത് ചെയ്തു? ടീസ് ചെയ്യാന്ന് വെച്ചാൽ കളിയാക്കുക. ബട്ട് ഡോണ്ട് വറി വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. അപ്പോൾ ഈ കുട്ടി ഫുഡൊക്കെ കഴിച്ചിട്ട് കൈ കഴുകുമല്ലോ, കൈക്കുള്ളിലല്ലേ ഉമ്മ കൊടുത്തത്. അപ്പോൾ അങ്ങനെ കൈ കഴുകുമ്പോൾ അമ്മ പറഞ്ഞു, എന്താ, ഡോൺ വറി എന്ന് പറഞ്ഞാൽ എന്താ, വിഷമിക്കണ്ട. വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ്, കൈ എന്തിനാണ് കൈ തുറന്ന് കഴുകുന്ന എപ്പോഴാണ്? ഫുഡ് കഴിച്ചതിന് ശേഷം, ആഫ്റ്റർ ഹാവിങ് ഫുഡ്. ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. അപ്പോൾ കൈ കഴുകി കഴിഞ്ഞാലും ഈ ഉമ്മ എന്ത് ചെയ്യും? അവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. കൈ കഴുകി എന്ന് പറഞ്ഞ് ഈ ഉമ്മ പോകത്തില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. ചെസ്റ്റർ ലൗഡ് ഹീസ് കിസ്സിങ് ഹാൻഡ്. അപ്പോൾ ചെസ്റ്ററിന് അതൊരുപാട് ഇഷ്ടമായി, ആ കയ്യിൽ കൊടുത്ത ഉമ്മ. നൗ ഹീ ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വെയർ എവർ ഹീ വെൻറ്റ്, ഈവൻ ടു ദ സ്കൂൾ. അപ്പോൾ അവനപ്പം എന്തോ ഒരു ബോധ്യം വന്നു. എന്താ? അമ്മയുടെ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് അവൻ്റെ കൂടെ തന്നെ ഈ ഉമ്മയുടെ രൂപത്തിലുണ്ട്. അവൻ എവിടെയെല്ലാം പോയാലും, വെയർ എവർ ഹീ വെൻറ്റ്, അവൻ എവിടെയൊക്കെ പോയാലും, ഈവൻ ടു ദ സ്കൂളിൽ പോയാൽ പോലും ഈ അമ്മയുടെ സ്നേഹം ഈ ഉമ്മയുടെ രൂപത്തിൽ ഈ ചെസ്റ്ററിൻ്റെ കൈക്കുള്ളിൽ തന്നെ ഉണ്ട് എന്ന് അവൻ വിശ്വസിച്ചു. ദാറ്റ് നൈറ്റ് ചെസ്റ്റർ സ്റ്റൂഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ. അപ്പോൾ അന്ന് രാത്രി ചെസ്റ്റർ എന്ത് ചെയ്തു? സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എന്താണ്, ഒരുപാട് എന്തോ ചിന്തിച്ചുകൊണ്ട് നിന്നു. സഡൻലി ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. എന്നിട്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു. എന്നിട്ട് ഗ്രിൻഡ് എന്ന് പറഞ്ഞാൽ ചിരിച്ചു. ഗിവ് മീ യുവർ ഹാൻഡ്, ഹി ടോൾഡ് ഹർ. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മയുടെ കൈ തന്നേ എന്ന് പറഞ്ഞു. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ. എന്നിട്ട് ചെസ്റ്റർ എന്ത് ചെയ്തു? അമ്മയുടെ കൈ, മുമ്പ് അമ്മ ചെയ്തതുപോലെ അമ്മയുടെ കൈ ചെസ്റ്ററിൻ്റെ കൈക്കുള്ളിൽ വെച്ചു. Chester took his mother's hand in his own and unfolded her large familiar fingers into a fan. അപ്പോൾ അവൻ്റെ ചെറിയ കൈയില്ല, അതുപോലെയുള്ള വലിയ കൈയാണ് അമ്മയുടെ കൈ എന്ത് ചെയ്തു? അൺഫോൾഡ് ചെയ്തു, തുറന്നു. അപ്പോൾ അത് വലിയ കൈയായിരുന്നു. ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻറ്റു എ ഫാൻ, അതിന് ഫാൻ പോലെ വിരിച്ചു വെച്ചു, നിവർത്തി വെച്ചു. നെക്സ്റ്റ് ഹീ ലീൻഡ് ഫോർവേഡ്. എന്നിട്ട് മുന്നോട്ടാഞ്ഞു. ആൻഡ് കിസ് ദ സെൻറ്റർ ഓഫ് ഹർ ഹാൻഡ്. കൈക്ക് ഉള്ളിലുള്ള ഭാഗം, നടുക്കൊന്നുള്ള ഭാഗം എന്ത് ചെയ്തു? അവിടെ ഉമ്മ കൊടുത്തു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. അപ്പോൾ എന്താ, മകന് അമ്മ നേരത്തെ ഉമ്മ കൊടുത്തിരുന്നു, ഇപ്പോൾ മോൻ എന്ത് ചെയ്തു? അമ്മയ്ക്കും ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് പറയാണ്, ഇപ്പോൾ അമ്മയ്ക്കും കിസ്സിങ് ഹാൻഡ് ഉണ്ട്. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു, ഹി ടോൾഡ് ഹർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. എന്നിട്ട് വളരെ മൃദുവായ സ്വരത്തിൽ ഒരു ഗുഡ് ബൈയും പറഞ്ഞു. ഐ ലവ് യു, ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് അവേ. എന്നിട്ട് പറഞ്ഞു, ഐ ലവ് യു എന്ന് പറഞ്ഞു. അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺഡ്, അവൻ അവിടെ നിന്ന് തിരിഞ്ഞ് ഡാൻസ് കളിച്ചു. ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് അവൻ ഡാൻസ് കളിച്ചു. മിസ് റക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻറ്റർ ദ സ്കൂൾ. As the first bell of the new school year rang, she pressed her left hand to her cheek and smiled. The warmth of Chester's kiss filled her heart with some special words. Chester loves you, it sang. Chester loves you. അപ്പോൾ എന്താ? മിസ് റക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻ്റർ ദ സ്കൂൾ. മിസ് റക്കൂൺ എന്താ ചെയ്തേ? ചെസ്റ്ററിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ചെസ്റ്റർ ആണെങ്കിലോ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ്. സ്കാമ്പർ ചെയ്യാന്ന് വെച്ചാൽ ഓടുക എന്നാണേ. അപ്പോൾ എന്താ, ഒരു മരത്തിൻ്റെ ലിംബ്, ശാഖയാണ്, ഒരു മരത്തിൻ്റെ കൊമ്പ് കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് അങ്ങനെ ഓടുകയാണ്. ആൻഡ് എൻ്റർ ദ സ്കൂൾ. ഓടി അവൻ എവിടെ പോയി? സ്കൂളിൽ. ആ പിക്ചറിൽ കാണാം, ആ സ്കൂളിലെത്തി.
ആസ് എ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ റാങ്ക്. അപ്പോൾ സ്കൂള് തുറന്നിട്ടുള്ള ആദ്യത്തെ ദിവസമാണ്, അപ്പോൾ ആദ്യത്തെ ബെല്ലാണ്. ആ ബെല്ല് കേട്ടു. ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹർ. അപ്പോൾ ആ ബെല്ല് കേട്ടപ്പോൾ അമ്മ എന്ത് ചെയ്തു? അമ്മയുടെ ലെഫ്റ്റ് ഹാൻഡ് അമ്മയുടെ ചീക്ക് കവളിലേക്ക് വെച്ചു. ആ കയ്യിലല്ലേ ആ മകൻ ഉമ്മ കൊടുത്തത്. എന്നിട്ട് പുഞ്ചിരിച്ചു. ആൻഡ് സ്മൈൽഡ്. ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. അപ്പോൾ എന്താ, ആ ഉമ്മയുടെ കുളിര് അമ്മയുടെ മനസ്സ് മൊത്തം, ഹൃദയം മൊത്തം എന്താണ് നിറഞ്ഞു. അതുപോലെ തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള വേർഡ്സും അമ്മ ഓർക്കുന്നു. എന്താണ് ചെസ്റ്റർ പറഞ്ഞ? എന്താ? ചെസ്റ്റർ ലവ്സ് യു. ഇറ്റ് സാങ് ചെസ്റ്റർ ലവ്സ് യു. അപ്പോൾ ഒരു പാട്ട് പോലെ മനസ്സിലത് പതിഞ്ഞു വന്നു. എന്താണ്? ചെസ്റ്ററിന് അമ്മയെ ഇഷ്ടമാണ് എന്നുള്ള ആ ഒരു വാക്കുകൾ അമ്മ ആ കൈ മുഖത്തോട് ചേർത്തപ്പോൾ അമ്മയ്ക്കത് ഓർമ്മയിൽ വന്നു. ഇതാണ് സ്റ്റോറി. ഇത് എഴുതിയത് ഓഡ്രി പെൻ ആണ്. ഓഡ്രി പെൻ ഈസ് എൻ അമേരിക്കൻ റൈറ്റർ ഓഫ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. കുട്ടികളുടെ കഥ രചിക്കുന്ന ഓഥറാണ് ഓഡ്രി പെൻ. ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദി കിസ്സിങ് ഹാൻഡ്. അപ്പോൾ കിസ്സിങ് ഹാൻഡ് അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എ പിക്ചർ ബുക്ക് ഫീച്ചറിങ് റക്കൂൺസ് വിത്ത് ഹ്യൂമൻ ക്വാളിറ്റി മനുഷ്യൻ്റെ ഗുണങ്ങളൊക്കെ ഉള്ള റക്കൂൺസ്, കീരികളുടെ ഒരുപാട് പടങ്ങളൊക്കെ ഉള്ള ഒരു പിക്ചർ ബുക്കാണിത്. ഇത് അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.